TSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSEB അസിസ്റ്റന്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്ക് വേണ്ടി ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അക്കൗണ്ടൻസിയിൽ നിന്നും മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, പർച്ചേസ് റിട്ടേൺ ബുക്ക് ഈസ് ഓപ്ഷൻസ് സബ്സിഡറി ബുക്ക്, റിട്ടേൺസ് ബുക്ക്, ക്രെഡിറ്റ് ബുക്ക്, ഫോർവേഡ്സ് ബുക്ക്. ഏതാണ് ഉത്തരം? പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ത് ടൈപ്പ് ബുക്കാണെന്നാണ് ചോദ്യം. ഉത്തരം സബ്സിഡിയറി ബുക്ക്. പ്രധാനമായും 8 തരത്തിലുള്ള സബ്സിഡറി ബുക്സ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ജേണൽ പ്രോപ്പർ. ഒന്നും കൂടി, ക്യാഷ് ബുക്സ്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ജേണൽ പ്രോപ്പർ. ഇതൊക്കെയാണ് 8 തരത്തിലുള്ള സബ്സിഡറി ബുക്കുകൾ. അടുത്ത ചോദ്യം, സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് റെപ്രസെൻറ്റ്സ് ഓപ്ഷൻസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, കോൺട്രിബ്യൂഷൻ, സ്റ്റോക്ക് ടേൺ ഓവർ. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഒക്കെ. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നെറ്റ് പർച്ചേസസ് എന്ന് പറഞ്ഞാൽ പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസസും ഡയറക്റ്റ് എക്സ്പെൻസസും കൂട്ടി ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ്, ഡെബിറ്റ് സൈഡ് എല്ലാം കൂട്ടി ക്ലോസിംഗ് സ്റ്റോക്ക്, റൈറ്റ് സൈഡിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോഴാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റൈറ്റ് സൈഡിൽ സെയിൽസ് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമാണ് നമ്മൾ കുറച്ചത്. അപ്പോൾ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ്. തിരിച്ചും ചോദിക്കാം, സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇവിടെ ഉത്തരം സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് റെപ്രസെൻറ്റ്സ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇത് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഓർമ്മിക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റെപ്രസെൻറ്റ്സ്. ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റെപ്രസെൻറ്റ്സ് ഓപ്ഷൻസ് ഗ്രോസ് പ്രോഫിറ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, നെറ്റ് പ്രോഫിറ്റ്, ബാഡ് ഡെറ്റ്സ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ്? ഉത്തരം നെറ്റ് പ്രോഫിറ്റ്. നമുക്കറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസസും കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ഇൻകവും ഗെയിൻസ് ആൻഡ് ഇൻകം ആണ് കാണിക്കുക. അപ്പം ക്രെഡിറ്റ് ബാലൻസ് ആണ് കൂടുതൽ വേണ്ടത്. ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളതെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റും, ഡെബിറ്റ് ബാലൻസ് ആണ് എങ്കിൽ അത് നെറ്റ് ലോസുമാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസസ് എന്താ പറയുക? ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ് എങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണ് എങ്കിൽ ഗ്രോസ് ലോസുമാണ്. വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി. ഇത് 2024 ഓഗസ്റ്റ് 25 ഈ കഴിഞ്ഞ ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി. ഏതാണ് ഉത്തരം? നെറ്റ് പ്രോഫിറ്റ് ലയബിലിറ്റിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കാറുണ്ട്. അപ്പം നെറ്റ് പ്രോഫിറ്റ് എന്താണ്? അത് ലയബിലിറ്റിയാണ്. അക്കൗണ്ടൻസിയിൽ നിന്നും സിമ്പിളായിട്ടുള്ള, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ ചോദിക്കാറുള്ളത്.
അത് തന്നെ പലർക്കും കൺഫ്യൂഷനായിട്ടാണ് മാർക്ക് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്? ഓപ്ഷൻസ്: ഇമ്പോർട്ട് ഡ്യൂട്ടി, ഒക്ട്രോയി, റിപ്പയേഴ്സ്, ക്യാരിയേജ്. തന്നിരിക്കുന്നതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. ഇമ്പോർട്ട് ഡ്യൂട്ടി, ഒക്ട്രോയി, റിപ്പയേഴ്സ്, ക്യാരിയേജ്. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി, റിപ്പയേഴ്സ്. ബാക്കി മൂന്നും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റിപ്പയേഴ്സ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ പ്രത്യേകത എന്താണ്? അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. വേജസ് ആൻഡ് സാലറി, ഒക്ട്രോയി, കസ്റ്റംസ് ആൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി, ഫ്രൈറ്റ്, ക്യാരിയേജ് ഇൻവാർഡ്, റോയാലിറ്റി, ഇതെല്ലാം എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസിന് ഉദാഹരണങ്ങളാണ്. ശ്രദ്ധിക്കണം, വേജസ് ആൻഡ് സാലറീസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എന്നാൽ സാലറീസ് ആൻഡ് വേജസ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വേജസ് ആൻഡ് സാലറീസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. സാലറീസ് ആൻഡ് വേജസ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. അതുപോലെ ക്യാരിയേജ് ഇൻവാർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരിയേജ് ഔട്ട്വാർഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരിയേജ് ഇൻവാർഡ് ട്രേഡിംഗ് അക്കൗണ്ടിലും ക്യാരിയേജ് ഔട്ട്വാർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുമാണ് കാണിക്കേണ്ടത്. റോയാലിറ്റി ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എന്നാൽ റോയാലിറ്റി ബേസ്ഡ് ഓൺ സെയിൽസിന് പ്രത്യേകം തന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റോയാലിറ്റി ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റോയാലിറ്റി ബേസ്ഡ് ഓൺ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ പോയിന്റ് സ്റ്റേറ്റ്മെൻറ്റ്? വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ പോയിന്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻസ്: ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഏത് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പോയിന്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനെയാണ് പോയിന്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അടുത്തൊരു ചോദ്യം, ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ ഡാഷ്. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ ഡാഷ്. ഓപ്ഷൻസ്: ഡേറ്റ്, ഇയർ, പീരീഡ്, ടേം. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ, ഡേറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ്. ഇതിനെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോയിന്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സാധാരണ ലയബിലിറ്റീസും റൈറ്റ് സൈഡിൽ അസറ്റ്സുമാണ് കാണിക്കാറുള്ളത്. ലയബിലിറ്റീസ് എന്ന് പറയുമ്പം ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ആണ്. ലയബിലിറ്റീസിൽ തന്നെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് ആൻഡ് ലോങ് ടേം ലയബിലിറ്റീസ് ഉണ്ട്. അസറ്റ് സൈഡിൽ പലതരത്തിലുള്ള അസറ്റുകൾ കാണിക്കണം. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, വാസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ഇതെല്ലാം ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതാണ്. ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ലയബിലിറ്റീസും ഈക്വൽ ആയിരിക്കണം. ബിസിനസ്സിൻ്റെ മിറർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റെക്കോർഡിംഗ് ഓഫ് ഓപ്പണിംഗ് എൻട്രി അറ്റ് ദ ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് ഇയർ. തൊട്ടടുത്ത വർഷം ഓപ്പണിംഗ് എൻട്രി ഇടുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെയാണ് ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ അസറ്റ് ഐറ്റം? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ അസറ്റ് ഐറ്റം? ഓപ്ഷൻസ്: ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ഇൻട്രസ്റ്റ് പേയബിൾ, ലോൺസ്, അക്യുമുലേറ്റഡ് ലോസസ്. താഴെ തന്നിരിക്കുന്നവയിൽ അസറ്റ് ഐറ്റം അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ഇൻട്രസ്റ്റ് പേയബിൾ, ലോൺസ്, അക്യുമുലേറ്റഡ് ലോസസ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി, ഇൻട്രസ്റ്റ് പേയബിൾ. പേയബിൾ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിൽസ് പേയബിൾ, ഇൻട്രസ്റ്റ് പേയബിൾ, അതെല്ലാം ലയബിലിറ്റിയാണ്. അത് അസറ്റ് ഐറ്റം അല്ല. ബാക്കി ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് അസറ്റാണ്. ലോൺസ് നമ്മൾ കൊടുത്ത ലോൺസ് ആണെങ്കിൽ അത് അസറ്റാണ്. നമ്മൾ പുറത്തുനിന്ന് എടുത്തതാണെങ്കിൽ അത് ലയബിലിറ്റിയാണ്. അക്യുമുലേറ്റഡ് ലോസസ് എന്താണ്? അതും അസറ്റിലാണ് കാണിക്കാറുള്ളത്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രോഫിറ്റ് എല്ലാം ലയബിലിറ്റിയാണ്. അപ്പോൾ ലോസ് എന്തായിരിക്കും? അസറ്റ് സൈഡിലാണ് കാണിക്കുക. തന്നിരിക്കുന്നതിൽ ഇൻട്രസ്റ്റ് പേയബിൾ ആണ് അസറ്റ് ഐറ്റം അല്ലാത്തത്. അടുത്ത ചോദ്യം, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ് എക്സെട്ര ആർ. ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ് എക്സെട്ര ആർ. ഓപ്ഷൻസ്: ലോങ് ടേം ലയബിലിറ്റി, ഫിക്സഡ് ലയബിലിറ്റി, കറൻറ്റ് ലയബിലിറ്റി, കറൻറ്റ് അസറ്റ്സ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി, കറൻറ്റ് ലയബിലിറ്റി. ബാങ്ക് ഓവർഡ്രാഫ്റ്റും ബിൽസ് പേയബിളും സൺട്രി ക്രെഡിറ്റേഴ്സും എല്ലാം എന്താണ്? ഇതെല്ലാം കറൻറ്റ് ലയബിലിറ്റീസ് ആണ്.
കറൻറ്റ് അസറ്റ്സിൽ ഏതൊക്കെ വരും? ക്ലോസിംഗ് സ്റ്റോക്ക്, സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം കറൻറ്റ് അസറ്റ്സ് ആണ്. കറൻറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ്. അതുപോലെ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസ് ആണ് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് അല്ലെങ്കിൽ ഷോർട്ട് ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ബിൽസ് പേയബിൾ ഈസ് ഡാഷ് ടു എ ഫേം. ബിൽസ് പേയബിൾ ഈസ് ഡാഷ് ടു എ ഫേം. ആൻ അസറ്റ്, ആൻ എക്സ്പെൻസ്, എ ലയബിലിറ്റി, ആൻ ഇൻകം. ഇതും ഈ ലാസ്റ്റ് കഴിഞ്ഞ ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ചോദ്യമാണ്. ബിൽസ് പേയബിൾ എന്താണെന്നാണ് ചോദ്യം. വളരെ സിമ്പിളാണ്, ലയബിലിറ്റി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബിൽസ് പേയബിൾ എന്താണ്? ലയബിലിറ്റി ആണ്. ബിൽസ് റിസീവബിൾ ആണെങ്കിൽ എന്താണ്? അത് അസറ്റ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ ലയബിലിറ്റി? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ ലയബിലിറ്റി? ഓപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്, ഇൻട്രസ്റ്റ് അക്രൂഡ്, ഡിസ്കൗണ്ട് അലൗഡ്, ഗുഡ് വിൽ. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ, ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്. നമ്മൾ കൊടുക്കാനുള്ള വേജസ് എന്താണ്? ലയബിലിറ്റി ആണ്. ഇൻട്രസ്റ്റ് അക്രൂഡ്, ഡിസ്കൗണ്ട് അലൗഡ്, ഗുഡ് വിൽ ഇതെല്ലാം അസറ്റ് ആണെന്ന് നമുക്കറിയാം. തന്നിരിക്കുന്നതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ആണ് ലയബിലിറ്റി ഐറ്റം. അടുത്തത്, അസറ്റ്സ് വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഈസ് കോൾഡ്. Assets which can be easily converted into cash within a short period is called. Options current assets, fixed asset, investments, tangible assets. ഉത്തരം ഓപ്ഷൻ എ, കറണ്ട് അസറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡിനുള്ളിൽ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ്. ഉദാഹരണം സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്ലോസിംഗ് സ്റ്റോക്ക് ഇതൊക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലോട്ടിംഗ് അസറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ഓപ്ഷൻസ് ഫിക്റ്റീഷ്യസ് അസറ്റ്, ഫിക്സഡ് അസറ്റ്, സർക്കുലേറ്റിംഗ് അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്. ഫ്ലോട്ടിംഗ് അസറ്റിൻ്റെ മറ്റു പേരെന്താണ്? സർക്കുലേറ്റിംഗ് അസറ്റ്. ഫ്ലോട്ടിംഗ് അസറ്റിനെയാണ് സർക്കുലേറ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഗുഡ് വിൽ ഈസ് എ ഡാഷ് അസറ്റ്. ഗുഡ് വിൽ ഈസ് എ ഡാഷ് അസറ്റ്. ഓപ്ഷൻസ് ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, ലോസ്, നൺ ഓഫ് ദ എബവ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇൻടാഞ്ചിബിൾ അസറ്റ്. ഗുഡ് വിൽ, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ് ഇതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണങ്ങളാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത അസറ്റുകളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ കാണാനോ തൊടാനോ പറ്റുന്ന അസറ്റുകളാണ്. ഈ ടാഞ്ചിബിൾ അസറ്റിനെയാണ് വീണ്ടും തരംതിരിക്കുന്നത് ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്സ് എന്ന്. ഇൻടാഞ്ചിബിൾ അസറ്റ് കാണാനോ തൊടാനോ പറ്റാത്ത അസറ്റുകളാണ്. അതിന് ഉദാഹരണങ്ങളാണ് ഗുഡ് വിൽ, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ് ഇതൊക്കെ. അപ്പോൾ ഗുഡ് വിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അടുത്ത ചോദ്യം, ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ഈസ് ഓപ്ഷൻസ് ആൻ എക്സ്പെൻസ്, ആൻ ഇൻകം, ആൻ അസറ്റ്, എ ലയബിലിറ്റി. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി, ആൻ ഇൻകം. ബാഡ് ഡെറ്റ്സ് നമുക്കറിയാം അത് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. എന്നാൽ ബാഡ് ഡെറ്റ്സ് റിക്കവറി ചെയ്താൽ അത് ഇൻകമാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടാക്കടം, നമ്മൾ എഴുതി തള്ളുന്ന കടം, അതാണ് ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത്. സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. അത് റിക്കവറി ചെയ്താൽ, ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ആയിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അടുത്ത ചോദ്യം, ട്രയൽ ബാലൻസ് ഈസ് എ ഓപ്ഷൻസ് അക്കൗണ്ട്, എൻട്രി, ക്യാഷ് ബുക്ക്, സ്റ്റേറ്റ്മെൻറ്റ്. ട്രയൽ ബാലൻസ് എന്താണ്? ഓപ്ഷൻ ഡി, സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്നിങ് വേരിയസ് ലെഡ്ജർ ബാലൻസസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പ്രത്യേക ഡേറ്റിൽ എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളുടെയും ബാലൻസസ് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ്. അടുത്തത്, ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ് റിസൾട്ട് ഇൻ ഓപ്ഷൻസ് ഡിക്രീസ് ഇൻ ക്യാഷ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി, ഇൻക്രീസ് ഇൻ ക്യാഷ്, നോ ചേഞ്ച് ഇൻ ലയബിലിറ്റി. ഏതാണ് ഉത്തരം? അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ടിൽ കുറവുണ്ടാകുന്നു. സൺട്രി ക്രെഡിറ്റേഴ്സ് കുറയുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലയബിലിറ്റിയാണ്. അപ്പം ഇവിടെ ലയബിലിറ്റിയാണ് കുറയുന്നത്. ഓപ്ഷനിൽ
ഡിക്രീസ് ഇൻ ലയബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. പകരം ഡിക്രീസ് ഇൻ ക്യാഷ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഡിക്രീസ് ഇൻ ക്യാഷ്. ക്യാഷ് കൊടുത്തായിരിക്കണം ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഉത്തരം വരുന്നത് ഡിക്രീസ് ഇൻ ക്യാഷ്. അടുത്ത ചോദ്യം, ഡ്യൂ ടു അക്കൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻഡിക്കേറ്റ്സ്. ഡ്യൂ ടു അക്കൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻഡിക്കേറ്റ്സ്. ഓപ്ഷൻസ് അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ലോസ്. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ അസറ്റ്. ഇതും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഡ്യൂ ടു, ഡ്യൂ ബൈ. ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ അസറ്റ് സൈഡിലാണ് കാണിക്കാറുള്ളത്. ഡ്യൂ ബൈ എന്ന് പറഞ്ഞാൽ അത് ലയബിലിറ്റിയാണ്. അപ്പോൾ ഡ്യൂ ടു അസറ്റ്, ഡ്യൂ ബൈ ലയബിലിറ്റി. CSEB എക്സാമുകൾക്ക് അക്കൗണ്ടൻസിയിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.